ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഇതിൽ ഇന്നത്തെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതിട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഫിഷും ചിക്കനും മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അന്നേരം കുറച്ച് വെജിറ്റബിൾസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്താ പറയുക, ബീൻസും തക്കാളി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടിയിട്ട് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ ബീൻസും വെണ്ടക്കയും കൂടെ ഒരുമിച്ചിട്ടിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഒരുപാടൊന്നും റെഡിയാക്കി വെക്കാനില്ല. ഇത് രണ്ടും പിന്നെ ചെറിയ ടൊമാറ്റോസും മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ചില സമയത്തെല്ലാം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കും, ചില സമയത്ത് ഇതുപോലെ വിനീഗർ കുറച്ച് ഡ്രോപ്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കുറച്ച് നേരം അതിങ്ങനെ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കും കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യൽ. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ നേരത്ത് നല്ല എളുപ്പമാണ് കേട്ടോ. ഞാൻ മറ്റേ ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോയിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ചില സമയത്ത് എനിക്ക് തീരെ സമയമില്ലെങ്കിൽ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ തന്നെ പൊട്ടിച്ചിട്ട് അതിൻ്റെ കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. ചില സമയത്തെല്ലാം അങ്ങനെയും ചെയ്യലുണ്ട്. ഇന്നിപ്പോൾ ഇത്ര കുറച്ചല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കാരണം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് നിന്നതാണ്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഷും ചിക്കനും കൂടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഞാൻ ഫിഷ് ക്ലീൻ ചെയ്യാനും ചിക്കൻ ക്ലീൻ ചെയ്യാനും ഉള്ള വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് സാമണാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉച്ചയിലേക്കുള്ളതല്ല, ഇത് വൈകുന്നേരത്തേക്കുള്ളതാണ്. പക്ഷെ എന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം ഈസി ആണല്ലോ. എന്തായാലും ഇപ്പോൾ ചിക്കനൊക്കെ നന്നാക്കാൻ നിൽക്കല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ഇതും കൂടി ഒന്നെടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇതിൻ്റെ സ്കിന്ന് ആവശ്യമില്ല കേട്ടോ. സാധാരണ ഞാൻ ഗ്രില്ലെല്ലാം ചെയ്യുന്ന സമയത്ത് അങ്ങനെ എപ്പോഴൊന്നും ഇതിൻ്റെ സ്കിന്ന് കളയലൊന്നും ഇല്ല കേട്ടോ. ഇത് സ്കിന്നൊന്നും കളയലില്ല. ഇതിപ്പോൾ ഇന്നെന്തായാലും സ്കിന്ന് കളയുന്നുണ്ട്. അത് ആ ഒരു റെസിപ്പിക്ക് പാസ്തയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത് കേട്ടോ, സ്കിന്നില്ലാണ്ടാണ് വേണ്ടത്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ സ്കിന്നും കൂടി ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു സ്കിന്നിലെ ഇത് നമ്മുടെ കയ്യിൽ ഇതില്ലേ ഫില്ലറ്റ് നൈഫൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫില്ലറ്റ് നൈഫൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ സ്കിന്നിൻ്റെ ആ ഒരു എഡ്ജില്ലേ, സ്കിന്നും ഫ്ലഷും കൂടെ എന്താ പറയുക, ജോയിൻ്റ് ആയിട്ടിരിക്കുന്നൊരു ഭാഗമില്ലേ, ആ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് ഈ കത്തി വെച്ചിട്ടൊന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ കേട്ടോ, പെട്ടെന്ന് അതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇനിയിപ്പോൾ അടുത്തായിട്ട് ചിക്കൻ നന്നാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതിപ്പോൾ ഞാൻ തൊട്ട് താഴെയുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പെട്ടെന്ന് പോയി വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ അതിൻ്റെ തോല് കളഞ്ഞ് തരില്ല കേട്ടോ. ഇങ്ങനെ തോല് ഞാൻ സാധാരണ എപ്പോഴും വാങ്ങിക്കുന്ന കടയിലാണെങ്കിൽ അവർ തോല് കളഞ്ഞിട്ട് തരും. അപ്പോൾ ഇതവർ സ്കിന്ന് റിമൂവ് ചെയ്യില്ല, ഇത് സ്കിന്നോട് കൂടിയിട്ടാണ് തരിക. ഇനിയിപ്പോൾ എനിക്ക് മറ്റേടത്ത് പോകാൻ സമയമില്ലാത്ത കാരണം ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകുന്നതാണ്. ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാട്ടാ, ഈ ചിക്കൻ്റെ സ്കിന്നൊക്കെ കളയില്ലേ. എനിക്ക് ഈ മീനൊക്കെ പിന്നെയും കൈ കൊണ്ടെടുക്കുമ്പോൾ എനിക്കത്ര കുഴപ്പമില്ല കേട്ടോ. ബീഫ് കൈ കൊണ്ടെടുക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ചിക്കനില്ലേ, എന്താണെന്നറിയില്ല, ചിക്കൻ കഴിക്കുകയൊക്കെ ചെയ്യും, കഴിക്കാനൊന്നും മടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്താ, ചിക്കൻ എനിക്ക് കൈ കൊണ്ടെടുക്കാൻ അത്ര താല്പര്യമില്ലാത്തൊരു മീറ്റാണ്. അപ്പോൾ അത് മീറ്റ് കൈ കൊണ്ടെടുക്കാനോ ഫിഷ് കൈ കൊണ്ടെടുക്കാനുള്ള മടിയല്ല. ഞാൻ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യലുണ്ട്. എനിക്കെങ്ങനെ ഗ്ലൗസ് ഇല്ലാണ്ട് എടുക്കണത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യണതാണ് കേട്ടോ. പിന്നെ പക്ഷെ എന്നാലും ഗ്ലൗസ് യൂസ് ചെയ്താൽ പോലും എനിക്ക് ഈ ചിക്കൻ തൊടുന്നതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. എന്താ അറിയില്ല, അത് എനിക്ക് ചിക്കൻ കൈ കൊണ്ട് എടുക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ചിലർക്കെല്ലാം വേറെ മീറ്റൊക്കെ ഫിഷൊക്കെ ഇങ്ങനെ എടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചിക്കനാട്ടോ പ്രശ്നം.
ചിക്കനും മീനും അതുപോലെ തന്നെ ബീഫ് ഇങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് ഒന്നും കഴുകാനായിട്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യില്ല കേട്ടോ. അതായത് നമ്മളിങ്ങനെ വൃത്തിയാക്കി എടുക്കുക. ഇപ്പം ഞാൻ ആ സ്റ്റീലിൻ്റെ പാത്രത്തിലല്ലേ ഇട്ടുവച്ചിട്ടുള്ളത്. നിങ്ങളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവോ എന്നറിയില്ല. നിങ്ങൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ നമ്മൾ ഈ മീനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കഴുകിയാലും അതിനൊരു പൊട്ട മണം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ സ്റ്റീലാണെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങളില്ലേ, ഗ്ലാസിൻ്റെ ബൗൾസ്, അതും ഓക്കെയാണ് എനിക്ക്, അതും നല്ല അടിപൊളിയാട്ടാ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പൊട്ട മണം, നമ്മൾ നല്ലോണം സോപ്പൊക്കെ ഇട്ട് കഴുകിയാലും എന്തോ ഒരു പൊട്ട മണം അതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ ഞാൻ പണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ തന്നെയാണ് മീൻ ഇറച്ചിയെല്ലാം കഴുകാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എപ്പോഴും എനിക്കിതിങ്ങനെ തോന്നിയിട്ട് ഞാനങ്ങനെ പിന്നെ എനിക്കങ്ങനെ പൊട്ട മണം പോലെ തോന്നിയിട്ട്, നമ്മൾ നല്ലോണം കഴുകിയാലും കുറേ കഴിയുമ്പോൾ അതിൽ ആ ഒരു മണം ഉണ്ടാവും. അങ്ങനെ തോന്നിയിട്ട് ഞാനത് മാറ്റിയായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റീലിലേക്ക് ഇതൊക്കെ കഴുകാനായിട്ട് സ്റ്റീൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പണ്ടൊരു വ്ളോഗിൽ ഒരു യൂട്യൂബർ പറയണതും കേട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു കാര്യം. പിന്നെ അത് എനിക്ക് അനുഭവമായപ്പോൾ എനിക്കത് മനസ്സിലായി സത്യമാണെന്ന്. പിന്നെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ വിനീഗറോ എല്ലാം ഇട്ടിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ വിനീഗറും ബേക്കിംഗ് സോഡയെല്ലാം ആ ഒരു പഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ന്യൂട്രലൈസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ല നമുക്കങ്ങനെ കഴുകിയെടുക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളൊക്കെ ഭേദമായിട്ട് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സ്റ്റീലൊക്കെ യൂസ് ചെയ്യുന്നത്, സ്റ്റീലും ഇങ്ങനെ ഗ്ലാസിൻ്റെതും ഒക്കെ യൂസ് ചെയ്യണതാട്ടാ. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഈ ചിക്കനെല്ലാം കഴുകിയെടുത്തതിന് ശേഷം, ചിക്കനും മീനും എല്ലാം കഴുകിയെടുത്തതിന് ശേഷം, പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ഈ ഒരു എൻ്റെ മുമ്പത്തെ വീഡിയോയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഈ ഒരു ഓൾ പർപ്പസ് ക്ലീനർ, ഇത് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആട്ടാ. ഇതാണ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യണേ. വേറെ ബ്രാൻഡ്സ് ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്യലില്ല, ഇതന്നെ നല്ലതാട്ടാ ഇത്. അപ്പോൾ അതൊന്ന് കൗണ്ടർ ടോപ്പിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതിനിപ്പോൾ പിന്നെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം തന്നെ അവിടെ ഒന്ന് ക്ലീനാക്കി എടുത്തതാണ്. പിന്നെ അതിനുശേഷം ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കട്ടിംഗ് ബോർഡും പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ സിങ്കും കൂടി ഒന്ന് ഓൾ പർപ്പസ് ക്ലീനർ വെച്ചൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. ഈ ഒരു ഓൾ പർപ്പസ് ക്ലീനർ ഞാൻ വീട്ടിൽ എല്ലായിടത്തും യൂസ് ചെയ്യും കേട്ടോ. കിച്ചണിൽ മാത്രമെന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ യൂസ് ചെയ്യും. നമുക്കിത് വുഡിൽ വേണമെങ്കിലും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യലൊക്കെ ഉണ്ട്, ഫർണിച്ചറുകളിലൊക്കെ, വുഡൻ ഫർണിച്ചേഴ്സിലൊക്കെ യൂസ് ചെയ്യലുണ്ട്. പക്ഷേ എപ്പോഴൊന്നും യൂസ് ചെയ്യലില്ല. അതിന് നമുക്ക് വുഡൻ ഫർണിച്ചർ എന്താ പറയുക, ഫർണിച്ചർ ക്ലീനർ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് കൂടുതലും യൂസ് ചെയ്യൽ. പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ പെട്ടെന്ന് ഇനി മറ്റേതെടുക്കാനുള്ള മടി കൊണ്ടിട്ട് ഇത് കൊണ്ടിട്ട് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് കേട്ടോ. ഇവിടേക്ക് ഇത് ഈസിലി അവൈലബിളാണ് ഈ ഒരു ബ്രാൻഡ്. ഇത് ഇന്ത്യയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ നല്ലൊരു ബ്രാൻഡാട്ടോ ഇത്. ഇനിയിപ്പം നമ്മൾ നേരത്തെ ആ ഒരു സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജീസും കൂടെ ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട്. ഇതിനിപ്പം കഴുകിയത് കൊണ്ട് തന്നെ ഇതിലെ വെള്ളം നന്നായിട്ട് പോവാണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റില്ല, അത് ചീഞ്ഞു പോവുമല്ലോ. നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ കണ്ടെയ്നേഴ്സിലാക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിരുന്നോളും. പക്ഷെ നമ്മളിങ്ങനെ കഴുകിയിട്ട് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ വെക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും. നമ്മളിങ്ങനെ ഒരുപാട് നാളൊക്കെ കുറച്ചധികം ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ കണ്ടെയ്നേഴ്സിലാക്കി വെക്കുന്നതും ഒക്കെ ചെയ്യുന്നതും, പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആയിട്ടിരിക്കാൻ, അങ്ങനെ പല കാര്യത്തിനല്ലേ. അപ്പോൾ നമ്മളങ്ങനെ വെള്ളമൊന്നും കളയാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെ ഇത്, പക്ഷെ ഞാനിതൊന്ന് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
ഇതൊന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടവല് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ടിഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കഴുകിയെടുത്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തല്ലേ വെക്കുന്നത്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇനിയിപ്പോൾ നേരത്തെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിക്കനും ഫിഷും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഫിഷ് ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല. ആദ്യം ഞാനിത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കരുതി അത് വേണ്ടാന്ന്, അത് അങ്ങനെ തന്നെ കഴുകിയത് അങ്ങനെ തന്നെ സിപ്പ് ലോക്കിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. വൈകുന്നേരം എടുത്ത് പെട്ടെന്ന് കുക്ക് ചെയ്യാമല്ലോ. പിന്നെ ചിക്കൻ്റെ ഒരു 1-2 കുറച്ച് എല്ലില്ലാത്ത പീസുകൾ നോക്കിയിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. വൈകുന്നേരം ഇന്ന് ചിക്കൻ സൂപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പീസസ് എടുത്ത് മാറ്റി വെക്കുന്നത്. ഇനി ഒരു ചിക്കൻ ഉച്ചക്കിലേക്കുള്ളതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഞാൻ പെട്ടെന്നൊന്ന് മസാല എല്ലാം ഇട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് റെഡിയാക്കി കുക്ക് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നതാട്ടോ. പക്ഷേ കുക്കിംഗ് ഒന്നും ഞാൻ കാണിക്കണില്ല. കാര്യം ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പികളും ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. 1-2 വട്ടം എല്ലാം കാണിച്ചിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ വീണ്ടും അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് ഒന്നും കാണിക്കണില്ല. ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുത്തപ്പോൾ അത് മാത്രം ഒന്ന് ഷെയർ ചെയ്തതാ. ഇനിയിപ്പോൾ ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങൾ ഞാൻ ആ ഒരു ഡിഷ് വാഷറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതും വാഷിങ് കഴിഞ്ഞിട്ട് റെഡി ആയിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം അത് പെട്ടെന്നൊന്ന് വെച്ചെടുത്താട്ടാ. ഇനിയിപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കണ്ടെയ്നേഴ്സിലേക്ക് ആക്കി വെക്കാനുണ്ട്. പിന്നെ ഇത് ചെയ്തപ്പോൾ ഒരു കാര്യം ഓർത്തത്, എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയ്ക്ക് മുന്നേ ഉള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോ. അപ്പോൾ അതിൻ്റെ താഴെ ഞാനതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കമൻ്റ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ചോദിച്ചിട്ട് ശരിക്കും ഇല്ല, ആ ലിങ്ക് എല്ലാതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലിങ്ക് കിട്ടാത്തത് മാത്രമാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ബാക്കി എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനതിൽ യൂസ് ചെയ്ത എല്ലാ ഐറ്റംസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് നോക്കി നോക്കൂ. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചിലതിന് ഉണ്ടാവും. കാര്യം ഞാൻ ഇവിടെ നിന്നാണല്ലോ വാങ്ങിക്കുക. അപ്പോൾ ഞാനതിൽ ലിങ്ക് കൊടുത്തിട്ടുള്ളത് എല്ലാതും ആമസോൺ ഇന്ത്യയിൽ നിന്ന് സെയിം സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ചിലത് വ്യത്യാസമുണ്ട്. ഇവിടത്തത് കുറച്ച് മോഡലിലൊക്കെ ചെറിയ വ്യത്യാസം വരും. പക്ഷെ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, സിമിലർ എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ എന്താ കൊടുത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതേ സാധനം എന്ന് വെച്ചിട്ട് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ, ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോയില്ലേ, വീഡിയോയിൽ കണ്ടത് വേറെയാണല്ലോ എന്ന്. പക്ഷേ മോഡലിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും സെയിം സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്ലാസ് കുക്കിംഗ് ഞാൻ ഷെയർ ചെയ്യാത്തത് നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന 1-2 റെസിപ്പീസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ബോറടിക്കും, അത് കാരണം ഞാൻ ഒഴിവാക്കിയതാണ്. ഇനിയിപ്പോൾ ഗ്യാസ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഓൾ പർപ്പസ് ക്ലീനർ തന്നെ ഗ്യാസിൻ്റെ സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യണത്. അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നെടുത്ത് തുടച്ചെടുക്കൂട്ടാ. പിന്നെ 1-2 ഫ്രഷ് വാട്ടറിൽ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് ടവല് മുക്കി പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും, എല്ലാവരും ചെയ്യുന്ന പോലെ. അത്രയേ ഉള്ളൂ.
പിന്നെ ഈ ഒരു സ്റ്റാൻഡും കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക്. ഇതെല്ലായിടത്തും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാട്ടോ. ഇതൊരു സ്റ്റോൺ, അത് നമ്മളിങ്ങനെ തുടക്കിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം ആ വെള്ളമെല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. അതാ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണില്ലേ, അത് പെട്ടെന്ന് ഡ്രൈ ആവണ പോലെ ഇതില്ലേ, അങ്ങനെ കേട്ടാ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓൺലൈൻ ചെക്ക് ചെയ്താൽ കിട്ടും. ഇനിയിപ്പോൾ ഒരു ടിപ്പ് കാണിച്ചു തരാം. നമ്മുടെ ഈ ബേർണേഴ്സിന് ചുറ്റും വയ്ക്കുന്ന ഈ ഒരു ബേർണർ പ്ലേറ്റ് ഇല്ലേ, ഇത് എൻ്റെതൊക്കെ എങ്കിൽ കാസ്റ്റ് അയൺ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യലുണ്ട് ഒരുപാട്. അപ്പോൾ കാസ്റ്റ് അയൺ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതുമ്പോൾ തുരുമ്പ് പിടിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഏത് ഓയിലും ചെയ്യാട്ടാ. പിന്നെ ഞാനിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ അതുമ്മ വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് അത് വൈപ്പ് ചെയ്ത് കളയുകയും ചെയ്യാം. ഞാനിപ്പോൾ അതൊരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അതിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന തരത്തിൽ ഒന്ന് തുടച്ചു. അതിനുശേഷം ആ ഓയിൽ തുടച്ചു മാറ്റിയിട്ടാണ്. അതുമ്മ ഒട്ടും ഓയിൽ വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ തുടച്ച് മാറ്റുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് അറിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഈ ഒരു ബർണർ പ്ലേറ്റൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടല്ല, നല്ല ഇങ്ങനെ ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നല്ല പുതിയതുപോലെ ഇരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷേ ഒരുപാട് ഓയിൽ ഒഴിച്ചിങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ, ചിലപ്പോൾ ഉറുമ്പെല്ലാം വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങളിൽ പലരും ചെയ്യുന്നതോ ആവായത് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് തുടച്ച് മാറ്റിയെടുക്കുക, നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതും ഒട്ടും ഓയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, ആ ഓയിലിൻ്റെ ഒരു ചെറിയൊരിത് മാത്രം മതി. അപ്പം അതങ്ങനെ ഇത്രയ്ക്കാട്ടാ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. എന്നെ എപ്പോഴും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ബിഗ് താങ്ക്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.